വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, അല്പസമയം നമ്മൾ സഹനത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുകയാണ്. എന്താണ് ഈ സഹനം എന്ന് പറയുന്നത്? നമ്മുടെ ജീവിതത്തില് നമ്മളറിയാതെ കടന്നു വരുന്ന വേദനകളെയും കഷ്ടതകളെയും സങ്കടങ്ങളെയും ദുരിതങ്ങളെയും ആണ് നമ്മൾ സഹനങ്ങൾ എന്ന് പറയുക. സഹനം കടന്നു വരുമ്പോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ മുഖനോട്ടമില്ലാതെ ഒരു അതിഥിയെ പോലെ അവൻ നമ്മളെ സമീപിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും, ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ടാവുമെന്ന് നമ്മൾ പറയാ. എന്നതുപോലെ നന്മ ചെയ്ത് ജീവിച്ചാലും നന്മ ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിലും അവരുടെ ജീവിതത്തിലെ സഹനങ്ങൾ കടന്നു വരുമെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് തന്നെ സഹനത്തെ നമുക്ക് രണ്ട് തലങ്ങളിലായിട്ടൊന്ന് ചിന്തിച്ചു നോക്കാം. ഒന്നാമത് ചിന്തിക്കുന്നത് തന്നിഷ്ടപ്രകാരമുള്ള ജീവിത നിമിത്തം നമുക്ക് സ്വയം വരുത്തിവെക്കുന്ന ചില സഹനങ്ങളാണ്. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ദൈവികമായോ ദൈവവുമായിട്ടോ യാതൊരു ബന്ധമുണ്ടാകാത്ത വ്യക്തികളായിരിക്കും. തന്നിഷ്ടപ്രകാരമുള്ള ജീവിതം നയിക്കുന്ന വ്യക്തികളായിരിക്കും. മാതാപിതാക്കളുമായി സഹോദരങ്ങളുമായി ഒരു കൂടിയാലോചനയില്ലാത്ത വ്യക്തികളായിരിക്കും. പക്ഷേ അവരുടെ ജീവിതം പിന്നീടുള്ള കാലഘട്ടത്തിൽ നോക്കുമ്പോൾ വളരെ വളരെ തകർന്നടിഞ്ഞ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോഴാണ് പിശാച് കൃത്യമായി കടന്നു വന്നുകൊണ്ട് അവനെ ദൈവത്തിലേക്ക് കടന്നു വരാനായിട്ട് പാടില്ല. അവനെ പൂർണ്ണമായി നശിപ്പിച്ചു കളയുക എന്നതാണ് പിശാചിന്റെ ലക്ഷ്യം. പിശാച് തക്ക സമയത്ത് അതിനെ പറ്റിയ ആളുകളെ അവൻ തെരഞ്ഞെടുത്ത് നമ്മുടെ അടുക്കലേക്ക് അയക്കും. ചിലപ്പോൾ ബന്ധുക്കളായിരിക്കാം, കൂടപ്പിറപ്പുകളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സ്നേഹിതന്മാരായിരിക്കാം. ആരെയും വേണമെങ്കിൽ അവനെ തെരഞ്ഞെടുക്കാൻ സാധിക്കും. അവരിലൂടെ കൃത്യമായി പറയും, ഇനി നീ പള്ളിയിലേക്ക് പോയിട്ട് കാര്യമില്ല, പ്രാർത്ഥിക്കാനായിട്ട് പോയിട്ട് കാര്യമില്ല, നീ ഇനി കുമ്പസാരിച്ചിട്ടോ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടൊന്നും ഒരു കാര്യവും ഉണ്ടാവാൻ പോകുന്നില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോ ഇവനത് ദൈവത്തിലേക്ക് തിരിച്ചു വരാനൊരു അവസരമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അത് ചിന്തിക്കാറില്ല പലപ്പോഴും പല വ്യക്തികളും. അവർ മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടു പോകും. അവരുടെ ജീവിതം തകർന്നടിയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, റോമക്കാർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അവിടെ എഴുതി വെച്ചിരിക്കുന്ന അതിന്റെ ഹെഡിങ് തന്നെ മനുഷ്യന്റെ തിന്മ എന്നാണ്. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, അവർ അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ ദൈവമായി അംഗീകരിക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് ദൈവം അവരെ അധമ വികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും വിട്ടുകൊടുത്തു എന്നവിടെ വചനം രേഖപ്പെടുത്തിയിരിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി. അവരുടെ മക്കള് പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു എന്നൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അതെന്താ കാരണം? തിന്മ ചെയ്ത് അനുസരണമില്ലാതെ ജീവിച്ചതുകൊണ്ടാ. ഹല്ലേലൂയ. നമുക്കറിയാം വിശുദ്ധ ഗ്രന്ഥത്തില് ജോബിന്റെ കുടുംബത്തിന് സംഭവിച്ചത് എന്താണെന്ന്. ജോബ് നീതിമാനായിരുന്നു എന്നാ വചനം പറയുന്നത്. ജോബിന്റെ കുടുംബത്തിൽ എന്താ സംഭവിച്ചത്? ജോബ് ഭയഭക്തനായിരുന്നു, എല്ലാ കാര്യങ്ങളിലും നന്മ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ ദൈവമായ കർത്താവ് ഒരിക്കല് ദൈവദൂതന്മാർ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ സാത്താനും വന്നിരുന്നു എന്നാണ് ജോബിന്റെ പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നത്. അപ്പൊ ദൈവം ചോദിക്കുന്നുണ്ട്, നീ എവിടെയായിരുന്നു? കൂട്ടുകാരെ പോലെയാണ് ചോദിക്കുന്നത് പിശാചിനോട്, നീ എവിടെയായിരുന്നു? അപ്പൊ അവൻ പറയും, ഞാൻ ഈ ഭൂമിയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ പോയിരിക്കുകയായിരുന്നു. ദൈവം ചോദിച്ചു, നീ എന്റെ ദാസനായ ജോബിനെ കണ്ടുവോ? ജോബിനെ കണ്ടുവോ? വേറെ ആരെങ്കിലും ചോദിച്ചിട്ടില്ല. നീതിമാനായതുകൊണ്ട് അവനെ മാത്രം ദൈവം ചോദിക്കുകയാണ്, നീ അവനെ കണ്ടുവോ? പക്ഷെ പിശാച് കൃത്യമായിട്ടൊരു ഉത്തരം പറഞ്ഞു, നീ അവന് വേലി കെട്ടി സംരക്ഷണം കൊടുത്തിരിക്കുന്നത് കൊണ്ട് അവനെനിക്ക് തൊടാനായിട്ട് സാധിക്കില്ലല്ലോ. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്താ? ദൈവത്തിന്റെ സംരക്ഷണത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ കരവലയത്തിൽ അല്ലെങ്കിൽ പിശാച് നമ്മളെ തട്ടിമറിക്കുന്ന തന്നെയാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ ദൈവം പറയും, ജോബിനെ ദൈവത്തിന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ദൈവം ജോബിനെ ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കുകയാണ്. ഈ സഹനം എന്ന് പറയുന്നത് പരീക്ഷണം കൂടിയാണ്. നമ്മള് ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ കാണാൻ സാധിക്കും. അവർക്ക് ഇടയ്ക്ക് ഒരു പരീക്ഷ വയ്ക്കുന്നത് എന്തിനാ? അവരടുത്ത ക്ലാസ്സിലേക്ക് പാകമായോ, അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാനുള്ള പാകമായോ എന്നറിയാൻ വേണ്ടിയിട്ടാ. അപ്പോ അതിൽ പാസ്സായാൽ മാത്രമാണ് അവരെ കടത്തിവിടുള്ളൂ. എന്നതുപോലെ നമുക്ക് ചില പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ആ പരീക്ഷണങ്ങളെ അതിജീവിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഹല്ലേലൂയ. യേശുവേ നന്ദി. പലപ്പോഴും നമ്മൾ ഈ സഹനത്തെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ കാണാൻ സാധിക്കും, ഒരുപാട് ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികള് അവർ തിരിച്ചു വന്ന് ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നത് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാ? അവർക്ക് മനസ്സിലായി ദൈവത്തിലേക്ക് വന്നാലേ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ തകർന്നു പോവും, മക്കളൊക്കെ നശിച്ചു പോവും എന്ന്. ഈ കാലഘട്ടത്തില് എത്രയോ മക്കളാണ് നശിച്ചു പോണ. മദ്യം, മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം തുറന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അത്.
മകന് അമ്മയെ തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കണേ. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ അല്പസമയ സഹനത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം എവിടെയെങ്കിലും മുറിഞ്ഞു പോയിട്ടുണ്ടോ? അതുപോലെ തന്നെ എന്റെ ഈ ചിന്തകളിൽ ഒന്നും മാറ്റം വരാനായിട്ട്, ഞാൻ ഈ ദൈവിക സംവിധാനങ്ങളോട് കൂടി ഒന്ന് ഇണങ്ങി ചേർന്ന് പോകാനായിട്ട്, കർത്താവിനോട് നന്നായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി മാറാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ ദൈവമാതാവേ, ഈ അല്പസമയം ഞങ്ങൾക്ക് വചനം പറയാനായിട്ട് സാധിച്ചതിനും അത് കേൾക്കാനായി സാധിച്ചതിനും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. പരിശുദ്ധമ്മയെ, തുടർന്നുള്ള ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.